സർവം കൃഷ്ണാർപ്പണമസ്തു. മരിച്ചുപോയവർ നമ്മളെ സ്വാധീനിക്കുമോ? ചില കുടുംബങ്ങളിൽ എന്തുകൊണ്ടാണ് ആവർത്തിച്ച് പ്രശ്നങ്ങൾ സംഭവിക്കുന്നത്? സന്താനദോഷം, രോഗങ്ങൾ, കുടുംബ ഐശ്വര്യക്ഷയം, ഇവയ്ക്കെല്ലാം പിന്നിൽ പിതൃദോഷമുണ്ടോ? 21 തലമുറകളുമായി ബന്ധപ്പെട്ട ഒരു അതിശക്തമായ കർമ്മം, നാരായണ ബലി. ചെയ്തില്ലെങ്കിൽ ആത്മാക്കൾക്ക് ശാന്തിയില്ലെന്ന വിശ്വാസം, ചെയ്താൽ മോക്ഷപ്രാപ്തി ലഭിക്കും എന്നതാണ് ശാസ്ത്രം പറയുന്നത്. നാരായണ ബലി എന്താണ്? ആരൊക്കെയാണ് ചെയ്യേണ്ടത്? അതിൻ്റെ യഥാർത്ഥ രഹസ്യം ഇനി നമുക്ക് മനസ്സിലാക്കാം. നാരായണ ബലി ഒരു സാധാരണ കർമ്മമല്ല. ഹിന്ദു ആചാര വിശ്വാസങ്ങൾ പ്രകാരം മരിച്ച ആത്മാക്കൾക്ക് ശാന്തിയും മേൽഗതിയും ലഭിക്കാനായി ചെയ്യുന്ന പ്രത്യേക വേദിക കർമ്മമാണിത്. പ്രത്യേകിച്ച് അപമൃത്യു അതായത് അപകടം, ആത്മഹത്യ, അപ്രതീക്ഷിത മരണം തുടങ്ങിയ സാഹചര്യങ്ങളിൽ മരിച്ചവർക്ക് വേണ്ടിയാണ് പലപ്പോഴും നാരായണ ബലി നടത്തുന്നത്. വിശ്വാസപ്രകാരം ഈ കർമ്മം നടത്തുന്നത് കൊണ്ട് പരേതാത്മാക്കൾക്ക് മോക്ഷത്തിലേക്കുള്ള വഴി തുറക്കപ്പെടുന്നു. ആചാരപ്രകാരം ഒരു മനുഷ്യ ശരീരം 21 തലമുറയുടെ അംശമാണെന്ന് കരുതപ്പെടുന്നു. നാരായണ ബലി ചെയ്യുമ്പോൾ പൂർവികർ, ഗുരുനാഥന്മാർ, കുടുംബാത്മാക്കൾ എല്ലാവരെയും ആവാഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഇതിലൂടെ 21 തലമുറകൾക്കും ആത്മശാന്തിയും അനുഗ്രഹവും ലഭിക്കുമെന്ന് വിശ്വാസം. ശാസ്ത്രപരമായ വിശ്വാസമനുസരിച്ച് മനുഷ്യ ശരീരത്തിൽ 10 പ്രാണങ്ങളുണ്ട്. അവയിൽ പ്രധാനമായ 5 പ്രാണ, അപാന, ഉദാന, സമാന, വ്യാന ഇവ ചേർന്നതാണ് സൂക്ഷ്മ ശരീരം. ശരീരം മരിക്കുമ്പോൾ സ്ഥൂല ശരീരം നശിച്ചാലും സൂക്ഷ്മ ശരീരം പ്രേതാവസ്ഥയിൽ തുടരുന്നു എന്നതാണ് ആശയം. ശരീരം ഇല്ലെങ്കിലും ആത്മാവിന് കുടുംബത്തോടും വീടിനോടും കർമ്മബന്ധങ്ങൾ നിലനിൽക്കും എന്ന് വിശ്വാസം പറയുന്നു. അതുകൊണ്ടാണ് ജീവിച്ചിരിക്കുന്നവരിൽ നിന്ന് ആത്മാക്കൾ പ്രതീക്ഷകൾ വെക്കുന്നത്. അതുകൊണ്ട് തന്നെ പിന്മുറക്കാർ ചെയ്യുന്ന കർമ്മങ്ങൾ അത്യന്തം പ്രധാനമാണ്. മരിച്ച ആത്മാക്കൾക്ക് സ്വയം കർമ്മം ചെയ്യാൻ കഴിയില്ലല്ലോ. അതുകൊണ്ട് മക്കൾ, കുടുംബാംഗങ്ങൾ, കർമാധികാരികൾ അവർക്ക് വേണ്ടി സുഹൃത കർമ്മങ്ങൾ നിർവഹിക്കുന്നു. ഇതാണ് ശ്രാദ്ധം, ബലി, തർപ്പണം തുടങ്ങിയ കർമ്മങ്ങളുടെ ലക്ഷ്യം. ആചാരവിശ്വാസങ്ങൾ പ്രകാരം മരിക്കുമ്പോൾ 9 പ്രാണങ്ങൾ വിടുകയും 1 പ്രാണൻ ധനഞ്ജയൻ ശരീരത്തിൽ തുടരുകയും ചെയ്യുന്നു. അതിനെ ബഹുമാനിക്കുന്നതിൻ്റെ ഭാഗമായാണ് ശരീരം ദഹിപ്പിക്കുന്നത്. ശരീരം ദഹിപ്പിക്കുമ്പോൾ പുറത്തേക്ക് പോകുന്ന പ്രാണശക്തി അന്തരീക്ഷത്തിൽ നിലനിൽക്കുന്നു എന്ന ആശയം ഇന്നും വിശ്വസിക്കപ്പെടുന്നു. പരേതാത്മാക്കളെ സാക്ഷിയാക്കി സ്വത്ത് തർക്കം നടത്തുക, ശ്രാദ്ധം ചെയ്യാതെ വിടുക, ആഗ്രഹം പൂർത്തിയാക്കാത്ത മരണം, ദ്രോഹം സഹിക്കാനാവാത്ത ആത്മഹത്യ, ഇതെല്ലാം പിതൃദോഷത്തിന് കാരണമാകുന്നു എന്ന വിശ്വാസം. ആചാരവിശ്വാസങ്ങൾ പറയുന്നത് കുടുംബത്തിൽ സന്താനദോഷം, മാനസിക പ്രശ്നങ്ങൾ, ആരോഗ്യ പ്രശ്നങ്ങൾ, സാമ്പത്തിക പ്രശ്നങ്ങൾ, ഐശ്വര്യക്ഷയം ഇവ അനുഭവപ്പെടും നാരായണ ബലി ചെയ്യാത്ത പക്ഷം എന്നാണ്. ഇത് ആത്മീയ വിശ്വാസങ്ങളുടെ ഭാഗമാണെന്ന് വ്യക്തമാകാം. എന്തുകൊണ്ടാണ് വിഷ്ണു ക്ഷേത്രങ്ങളിൽ നാരായണ ബലി നടത്തുന്നത്? മരിച്ച ആത്മാക്കൾക്ക് മോക്ഷം നൽകുന്നത് വിഷ്ണുവാണെന്ന വിശ്വാസം നിലനിൽക്കുന്നു. അതുകൊണ്ട് തന്നെ വിഷ്ണുവിൻ്റെ പ്രധാന ക്ഷേത്രങ്ങളിൽ അല്ലെങ്കിൽ പുണ്യസ്ഥാനങ്ങളിൽ നാരായണ ബലി ചെയ്യുന്നത് ഉത്തമമായി കരുതപ്പെടുന്നു. ജീവിതം ശാശ്വതമല്ല, പക്ഷേ ആത്മാവിന് ശാന്തി നൽകുക ജീവിച്ചിരിക്കുന്നവരുടെ കടമയാണ് എന്ന് നമ്മുടെ സംസ്കാരം പറയുന്നു. നാരായണ ബലി പോലുള്ള കർമ്മങ്ങൾ വിശ്വാസത്തിൻ്റെയും കുടുംബ ബന്ധത്തിൻ്റെയും ആത്മീയതയുടെയും ഭാഗമാണെന്ന് മനസ്സിലാക്കി ആദരിക്കാം. ഇത്തരത്തിലുള്ള ആത്മീയ വിഷയങ്ങൾ കൂടുതൽ അറിയാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സർവം കൃഷ്ണാർപ്പണമസ്തു. നന്ദി.